ഇതിപ്പോൾ ഇന്നലെ പോയത് പോയിൻ്റെ ശേഷം കഴിഞ്ഞു. ഇന്ന് ക്ലാസ്സൊക്കെ ഇല്ലാത്തതുകൊണ്ട് രാത്രി ഫുഡ് ബീച്ചിൽ തന്നെ ഇനി അല്ല അന്നേരം കോഴിക്കോട് ബീച്ചിൽ പുറത്ത് ഇതാക്കിയിട്ട് അത് ഞാൻ ആ ബീച്ചിൽ ആ ഇടക്കൂടി ഓടിച്ചിട്ടുള്ളൂ, വെള്ളത്തിൽ ഇറക്കിയിട്ടില്ല. അത് ഭയങ്കര ഡേഞ്ചറാണ്. ऑटो स्टार्ट स्टॉप है ना फगा നല്ല വിസിബിലിറ്റി ഉണ്ടല്ലേ. ലെങ്ത് ഒന്ന് കൂടുതലുള്ളതെന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ചെറുവണ്ടി ഒട്ടിയാണ്ട് അതിന്റെ കട്ടിങ് എടുക്കും. ഓവർടേക്ക് നമ്മളൊക്കെ നോക്കേണ്ടി വരില്ലേ. പിന്നെ നമുക്ക് ഒന്ന് മൈൻഡ് കയറും, നമുക്ക് കറക്റ്റ് കിട്ടും. ഇതിന് അഡാസ് ഒക്കെ ഉണ്ടോ? ഓട്ടോ ബ്രേക്ക് ഉണ്ടോ? ചെല്ലോ ഓട്ടോ ബ്രേക്ക് അതില്ല. ഇങ്ങനത്തെ ഓട്ടോ ബ്രേക്ക് ഉണ്ട്. ഇത് നമ്മള് എന്താ പറയാ, ഒരു ബ്ലോക്കിലൊക്കെ വിട്ടാല് ബ്രേക്ക് പിടിച്ചാ പിന്നെ വിട്ട ഓട്ടോ ഹോൾഡ് ചെയ്ത് ഇതിലങ്ങനെ മറ്റേ ബെൻസ് ഇതിന്റെ ഒക്കെ മാതിരി ഒരുപാട് ഫീച്ചേഴ്സ് അതൊക്കെ നനയൂല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. നോർമൽ ഹൈറ്റില്ല അല്ലേ? നോർമലിലാണ് ഓടിക്കാൻ സുഖം. സെൻട്രലില് മിഡില് ടോപ്പിലായാലും ഒരു ഇത് റഫ് ഉണ്ടാവും, പിന്നെ ഏറ്റവും താഴെയാണെങ്കിലും ഉണ്ടാവും. ഇത് കാണാൻ നല്ല ഭംഗി, പക്ഷെ ബാക്ക് സീറ്റ് നല്ല രസമാണ്. ഒരു കൂപ്പ ഡിസൈനാണ്, അടിപൊളിയാണ്. പക്ഷെ അതിന്റെ ബാക്ക് സീറ്റ് മൈലേജ് ഉണ്ട്, ഡീസലാണ്. പക്ഷെ ബാക്കിൽ നമ്മൾ വൈറ്റ് ഉള്ളവരൊക്കെ ഇരുന്നാല് കാല് എങ്ങനെയാണ് സപ്പോർട്ട് തീരെ. എക്സ്ട്രാ വെച്ചതാ കമ്പനി അല്ലല്ലോ. ഇത് മറ്റേ ഫ്രണ്ട് ഉണ്ട്, പിന്നെ ഉള്ളത്തെ ഉണ്ട്, ബാക്കിലും ഉണ്ട്. 3-in-1 ആണ്.
ഈ ക്ലസ്റ്ററൊക്കെ എങ്ങനെ ഇതിൽ എനക്ക് എങ്ങനെ വേറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ഇതിൽ? അത് മറ്റേതാണ് നമ്മളെ ക്രൂസ് കൺട്രോള്. ക്ലസ്റ്റർ ഇപ്പം നീക്കാൻ തീമൊന്നുമില്ല. ഇതാണ് ഇതിമില്ലേ? ഇതിൽ ഓ ഇങ്ങനെ ഈ 4 ഇതിലെ. അത് ആദ്യം ഈ സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് അതിൽ ലേ ഔട്ട് ഏതാ സെലക്ട് ചെയ്യാം. പാനല് വേണ്ട ലേ ഔട്ട് ആക്കാം. നമ്മളടുത്തുള്ള വണ്ടി കാണൂല, ചെറിയ വിട്ടുള്ള കാണും. അഡീഷണൽ എന്തെങ്കിലും വെച്ചോ എന്തെങ്കിലും ഇത് വരും. ഇപ്പൊ താറിനായാലും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. പക്ഷെ കമ്പനി തന്ന അതേമാതിരി കൊണ്ടെടുക്കുമ്പോ അവര് ഇതില്ലാത്ത ഒരു എന്താ പറയാ ഒരു അവായി ചേർപ്പിട്ട് നടക്കുന്ന ലുക്കാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും വേണം, പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവും. മറ്റേ ലൈറ്റ് ഉണ്ടല്ലോ, ഇതിന്റെ ഡിഫൻഡറിനായിട്ട് വരുന്ന ലൈറ്റ്, അത് ഭയങ്കര സൗണ്ടാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി പ്ലബിൻ്റെ ഇതിന് എയറിൻ്റെ അതൊക്കെ ഉണ്ട്, കട്ട് ചെയ്യാനും പിന്നെ എയർ കട്ടിങ്ങിന് അതിൻ്റെ അതൊക്കെ ഇട്ടെടുത്താണ്. പക്ഷെ എന്നാലും സൗണ്ട് അവിടെ മറ്റൊരു ജീവാഗൻ ഉണ്ടല്ലോ ഇവിടെ നല്ല കാറ്റടിക്കൂല്ലേ? അയച്ചിട്ട് വലിയ വിഷയമൊന്നുമില്ല, സൗണ്ട് ഓവർ ചെയ്തിട്ട് പോയോളാം. ലോവർ ചെയ്ത എംപിന്റെ മേലെ കയറിയാല് പൊന്തും പറഞ്ഞു, നോർമലായിട്ട് ആവും പറഞ്ഞു. ലോവർ ഇട്ടുകാണ്ട് നമ്മള് ഒരു 50 സ്പീഡിന്റെ മേലെ പോകുമ്പോ ഓട്ടോമാറ്റിക് താവും. ലോവറിൽ പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലേ. ഇപ്പൊ ലോവറിലാട്ടോ ഓപ്ഷൻ ആയിക്കണു ഇല്ലല്ലേ? കുഴപ്പമില്ല തോന്നണോ? ശരിക്കും ലോവർ ആകുമ്പോ ഗുണമാണല്ലേ? ബോഡി റോൾ അറിയില്ലേ? ബോഡി റോളിങ് പറയും നമ്മൾ ഓടിക്കുമ്പോഴേ. പക്ഷെ ഓടിക്കാൻ സുഖമില്ല. സ്പീഡ് പോകണമെങ്കിൽ അതാവണില്ല, ആയിട്ടില്ലല്ലേ? നിർത്തണം. വണ്ടി സ്ലോ ആയാലും ആവും. ഈ സ്പീഡിലാവണ്ടാവില്ല കാര്യം. നിർത്തിയുണ്ട് ശരിക്കാണെങ്കിൽ ഓടിക്കാൻ നേരം മെല്ലെ പോകുമ്പോ തന്നെ ആവും. ഹൈറ്റ് കൂട്ടാനോ? ഹൈറ്റ് കൂട്ടാൻ ഇതല്ലോ കൊണ്ട് പക്ഷെ സ്പീഡിൽ കുറച്ചൊന്ന് മാക്സി പുറത്താവും ചെയ്യും. 80 മേലൊക്കെ എത്തിയായിരിക്കും അല്ലേ? ഉഷാറല്ലേ? ഫാമിലി കാർ പ്ലസ് സ്പോർട്സ് കാറാണുള്ളത്. പിന്നെ മറ്റേന്താടാ സൈബർ സ്റ്റാർ ഒക്കെ ഉണ്ട് എംജിന്റെ. രസം സ്പോർട്സ് കാർ പോലെ, പക്ഷേ ഇലക്ട്രിക് ആണെന്നുള്ളൂ. അത് ഈവിയാണ്, തീരെ സീറ്റ് മിസ്സായതാ. ഇതല്ലാന്ന് മനസ്സിലായി, അപ്പം പോയി പോവാ. ഇതുണ്ട് മറ്റേ മൈനസ് ഇതിപ്പോ എത്രാമത്തെ ഗിയർ കാണിക്കൂല? ഡെയിലി കാണിക്കും. മാനുവൽ ഇടുമ്പോഴാവുള്ളൂ അല്ലേ? അങ്ങനെ ഓ ഞാൻ പ്ലച്ച് ഔട്ടുള്ളൂ.
ഒച്ച ഉണ്ടല്ലേ അത്യാവശ്യം.